ആനക്കൊമ്പ കൊണ്ടുള്ള കൊട്ടാരം. അപ്പൊ ഇതിലിങ്ങനെ ശലോമോൻ ആഡംബര സുഖലോലുപനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പുള്ളിക്ക് വേനൽക്കാല അവധിക്ക് ചെല്ലുന്നതല്ലേ, നല്ല ചൂടാ നിൽക്കുന്നിടത്ത്. അപ്പം ഒരു തണുപ്പടിക്കാൻ പുള്ളി വന്നതാ. തണുപ്പടിക്കുക മാത്രമല്ല, ഇല്ല അതുകൂടെ അടിക്കണം എന്നല്ലേ പുള്ളിക്ക്. അപ്പൊ പുള്ളി ഇത് ചോദിച്ചപ്പം അവിടെ ആ സമയത്തില്ല. രാജകിങ്കരന്മാര് ഭൃത്യന്മാര് നെടുക നടന്നു. കാരണം ശലോമോൻ ചക്രവർത്തിയാ, സാമ്രാട്ടാ. പുള്ളിക്ക് ഇത് കൊടുത്ത സമയത്ത് കൊടുത്തില്ല, പുള്ളി പെടല് കണ്ടിക്കും. ഇതുങ്ങള് നാടുപാട് ഓടി അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, മുന്തിരിങ്ങ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നെടുക നടന്നപ്പോ ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇല്ല ഇവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ട് അടുത്ത്. അപ്പൊ ചോദിച്ചു, മുന്തിരിത്തോട്ടം ഉണ്ടായിരിക്കും, മുന്തിരിങ്ങ ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ, കൊലക്കണക്കിനാ പിടിച്ചു കിടക്കുന്നു, ഇഷ്ടം പോലെ. അപ്പൊ ചോദിച്ചു, അത് ആരുടെയാ? അത് ഇവിടെ ഒരു ആളുടെയാ, അവര് ഉടമസ്ഥര് അടുത്തില്ലെങ്കിൽ നോക്കുന്നത് ഒരു പെങ്കൊച്ചാന്ന് പറഞ്ഞു. ഒരു പെങ്കൊച്ചായി, മുന്തിരിത്തോട്ടമല്ല നോക്കുന്നത്. അപ്പോൾ ഭൃത്യന്മാര് മുന്തിരിങ്ങ ഉണ്ടോന്ന് ചോദിച്ചു. നല്ല കൊലക്കണക്കിന് കിടക്കുക, എളുപ്പമുള്ളതുണ്ട്, മൂത്തതുണ്ട്, പഴുക്കാറായതുണ്ട്, പഴുത്തതുണ്ട്. മുന്തിരിങ്ങ ഇഷ്ടം പോലെ. അപ്പൊ ചോദിച്ചു, ഇഷ്ടം പോലെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ യോശുവയുടെ കാലത്ത് അവര് ദോശ ഒട്ട് നോക്കി വെച്ച് കൊണ്ടുവന്നല്ലോ, ഇല്ലേ? നിങ്ങളില്ലായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മുന്തിരിക്കൊല, ആ ടൈപ്പ് മുന്തിരിക്കൊലയാണ് കിടക്കുന്നത്. അപ്പൊ രാജഭൃത്യന്മാർ ഓടി വന്ന് കണ്ടപ്പം വേലിയൊക്കെ കെട്ടി കല്ലുമൊക്കെ ചക്കുമൊക്കെ കുടിച്ചിട്ട് ഗോപുരമൊക്കെ പണ നല്ല മുന്തിരിത്തോട്ടമാണ്. ഷേവിൽ നിന്നും വാക്യം ഇപ്പം എടുപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു വാക്യം എടുപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇത്രയേലും പറയുന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് വന്ന് നോക്കിയപ്പോൾ നല്ല മുന്തിരിത്തോട്ടം. എന്നാൽ ശലോം ചക്രവർത്തിക്ക് കൊടുക്കാൻ മുന്തിരിങ്ങ വേണമല്ലോ നോക്കി ചാടി അകത്തോട്ട് കയറാൻ നേരത്തെ ഈ പെങ്കൊച്ചി വരെ തടഞ്ഞു. തൊട്ട് കടക്കാൻ പറഞ്ഞു, പുറത്ത് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഇവന്മാര് നോക്കിയപ്പോ പെങ്കൊച്ചാ. പിന്നെ ഇവന്മാര് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുമ്പോ എൻ്റെ ഭാഷ പറഞ്ഞ അവൾ നല്ല ആട്ടാട്ടി. 5-6 പേര് അങ്ങോട്ട് ചെന്നത്. മുന്നേ ചെന്നത് ബേബിയാ. ബേബി മുന്നേ ചെന്നപ്പോ അവളൊരു ഒറ്റയാട്ട്, യേശുവിന്റെ നാമത്തിൽ, അത്രേ ഉള്ളൂ. ബേബി മൊത്തം താഴെ വീണ്, മറ്റവനും എല്ലാം ഉരുണ്ട് വീണ്. അവസാനം പിന്നെ വെളിയിൽ ഇറങ്ങിയത് എങ്ങനെയാന്ന് ഇവർക്ക് തന്നെ. ഇവള് എന്റെ ഭാഷ പറഞ്ഞ കറുത്തൊക്കെ ആയിരിക്കുന്നത് ആരാ? ശൂലേമി. അവള് പറഞ്ഞല്ലോ, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്. കറുത്തായിരിക്കുന്നത് വലിയ ശ്രേഷ്ഠത, കുടുംബപാരമ്പര്യം ഒന്നും പറയാൻ ഇല്ല. തോമാസ് ലീഗ വന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നൊന്നും പറയാനില്ല. അപ്പൻ ആരാന്ന് തന്നെ വലിയ കൃത്യത ഇല്ല. എവിടാ പ്രസവിച്ചെന്ന് ചോദിച്ചാൽ അതും വലിയ സ്റ്റാൻഡേർഡായിട്ട് പറയാൻ, കാട്ടിലെങ്ങാണ്ട് എൻ്റെ അമ്മേ മുന്തിരിയാന്ന് പറയുന്ന, ആപ്പിളാന്ന് പറയുന്ന, നാര എന്തായാലും പരുവക്കേടാ. അതുകൊണ്ട് ഇവളത് പറയുന്നുമില്ല. സ്തോത്രം. നിന്നെ ആരാടി വളർത്തിയത്? അതും അത്ര ക്രെഡിറ്റ് ആയിട്ട്. അപ്പൊ ഇവക്ക് ലൗകികമായി ഭൗമികമായി വലിയ പ്രശംസിപ്പാനൊന്നും ഇല്ല. പക്ഷെ ഇവളെ വന്നു കയറിയ വീട് നല്ല വീടാ, ദൈവസഭയാകുന്ന വീട്. ഇവളെ വളർത്തിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഈ ആത്മാവിന്റെ പ്രത്യേകത ബലത്തിന്റെ ആത്മാവാ. ഇത് ശക്തിയുടെ ആത്മാവാ, വിവേകത്തിന്റെ ആത്മാവാ. ഈ ആത്മാവിനാൽ ഇവള് വളർത്തപ്പെട്ട് മിടുക്കിയായതുകൊണ്ട് ഒറ്റ ആട്ടാട്ടിയതുള്ളൂ. അന്നേരം ബേബിയും കൂടെ ഉള്ളവരും ഉരുണ്ട് വീണ്. രണ്ടാമത് അവൾ ആട്ടിയില്ല, നല്ല മിടുക്കിയാ. കാരണം പരിശുദ്ധാത്മാവിന്റെ ശിക്ഷണത്തിലായി വളർന്നു വന്നത്. എന്റെ ഭാഷ പറഞ്ഞ ഇവന്മാര് വളരെ എളിപ്പരായി, വളരെ പരുവക്കേട് തിരിച്ച് കൊട്ടാരത്തിൽ വന്നു. അപ്പം മറ്റേ പുള്ളി കൊട്ടാരത്തിൽ ഇങ്ങനെ കിടക്കുക. ആരാ? അടിക്കാനായിട്ട് തന്നെ പുള്ളി ഇങ്ങനെ കിടക്കുക. അപ്പം ശിഷ്യന്മാരുടെ പരുവക്കേട് കണ്ടപ്പോൾ പുള്ളി കിടന്ന കിടപ്പ് ചോദിച്ച് അമ്മാരെ അടുത്തോട്ട് വരാൻ വൈമനസ്യം കാണിച്ചെങ്കിലും ചെന്നു. അപ്പൊ ചിലവൻ ചോദിച്ചു, മുന്തിരിയില്ലെന്ന് ചോദിച്ചു. അമ്മാര് പറഞ്ഞു, മിണ്ടാമല്ല, പെങ്കൊച്ചൊരൊറ്റ ആട്ടാട്ടിയതാ, ഇവനെല്ലാം ഊപ്പാട് വന്നായി വന്നേക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്നെ പറ്റിയടാ?
മുന്തിരിയില്ലേ, നിങ്ങൾ അന്വേഷിച്ചോ? ഞങ്ങൾ എല്ലായിടത്തും പോയി. കണ്ടോ? മിണ്ടുന്നില്ല. ഇവിടെ മുന്തിരി എവിടെയെങ്കിലും ഉണ്ടോ? ആദ്യം പറഞ്ഞില്ലെന്ന്. ആട്ടുകൊണ്ടെന്ന് എങ്ങനെയാ പറയുന്നേ? അവൻ ഇല്ല. ഇടഞ്ഞടഞ്ഞ് ശലോം വെച്ചു, ചേടേ മുന്തിരി ഇല്ലേ, ശരിയാക്കുമെന്ന് പറഞ്ഞു. മുന്തിരി. അപ്പൊ ഒരുത്തൻ കണ്ണ് കാണിച്ച് മറ്റവനെ, നീ പറയാൻ. ഇവനാട്ടുകൊണ്ടേച്ചി വന്നേക്കുക. അവൻ മറ്റവൻ പറഞ്ഞു, മുന്തിരി എങ്ങും ഇല്ലാതില്ല, ഉള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശലോമൻ ചോദിച്ചു, എവിടാ? അത് ഇവിടെ അടുത്തൊരു തോട്ടമുണ്ട്, അവിടെ മുന്തിരിങ്ങ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ എന്നാ കൊണ്ട്, നിങ്ങൾ കണ്ടോ? ആ കാണുകയും ചെയ്തു, ഇഷ്ടംപോലെ കൊലക്കണക്കിന് മുന്തിരിങ്ങ. നിങ്ങൾ പിന്നെ എന്നെ അടത്തിക്കൊണ്ട് വരാഞ്ഞ്? പണ്ട് ഈ വന്നവന്മാര് പറഞ്ഞ്, തിരുമേനി അങ്ങനെ എല്ലായിടത്തും കയറി അടത്തുന്ന പോലെ അവിടെ കയറി അടത്താൻ ഒക്കത്തില്ല. അതിനാ ഓക്കെ അല്ല, കാര്യമുണ്ട്. അപ്പോൾ ചോദിച്ചേട്ടപ്പോൾ കാര്യം പറ. കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ഇവന്മാര് പറയാനും നിൽക്കുക. ഇടഞ്ഞിടഞ്ഞ് ചോദിച്ചാൽ പറഞ്ഞു, അത് ആ മുന്തിരിത്തോട്ടം നോക്കുന്നത് ഒരു പെങ്കൊച്ചാന്ന് പറഞ്ഞു. ഈ പെങ്കൊച്ചെന്ന് കേട്ടപ്പോൾ ഇയാളെ ഇളകി കിടന്ന പുള്ളി ചാടി അങ്ങ് എഴുന്നേറ്റു. ശലോമോൻ പുള്ളിനെ ഇച്ചിരി ബലഹീനതയൊക്കെ ഉണ്ട്. പുള്ളിയുടെ ബലഹീനത കൊണ്ടാണെന്നല്ലേ ഞാൻ മുമ്പേ വാക്യം വായിച്ചല്ലോ, പറവോന്റെ പുത്രിയെ മകളെ കെട്ടിയത് കൂടാതെ വേറെ 5 സ്ഥലത്തിൽ നിന്ന് പുള്ളി, അതാ ഞാൻ പറഞ്ഞ പുള്ളിക്ക് വിവാഹ ശുശ്രൂഷ തന്നെ വർഷങ്ങളായിട്ട് നടത്തുന്നത്. ഈ പെങ്കൊച്ചെന്ന് കേട്ടപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞ്, എവിടാന്ന് ചോദിച്ചു. അത് ഇന്നടുത്താ, നിങ്ങൾ അവളെ കണ്ടോ? ആ, കാണുകയും ചെയ്തു. അവള് തിരുമേനി ഉദ്ദേശിക്കുന്ന പെങ്കൊച്ചല്ല. അതെന്നാ? അവളൊരൊറ്റ ആട്ടാട്ടിട്ട് ഈ ബേബി അന്നേരം ഓടക്കകത്ത് വീണതാണ്. ഞാൻ ആ ബേബിയെ വലിച്ചോണ്ട് തിരിച്ചു വന്നു. അപ്പൊ ശലോമോൻ പറഞ്ഞത്, കുഴപ്പമില്ല, ഞാൻ അവളെ വശീകരിച്ച് ഇഞ്ഞു കൊണ്ടുവരുമെന്ന്. അങ്ങനെ ശലോമോൻ തന്നെ അങ്ങോട്ട് എഴുന്നള്ളി അവന്റെ ആ പല്ലക്കേൽ കയറി പരിവാരങ്ങളുമായിട്ട് എഴുന്നള്ളി വരുന്ന ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ വിവരിക്കേണ്ടതാ. ഇന്നിപ്പോൾ അതിന് മുതിരുന്നില്ല. ഞാനൊരു മുഖവര നിങ്ങൾക്ക് ഉത്തമഗീതത്തെ പറ്റി ഒരു വിവരണം, കാരണം ഇതന്നെ ആന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാർ ചിലപ്പോൾ ഉത്തമഗീതം എന്താന്നോ ആവശ്യമില്ലാത്ത എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും അത് ചൊവ്വനെ വായിക്കാനും ഇതന്നെയാണെന്ന് അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിന് ചെറിയൊരു വിവരണം തന്നേ ഉള്ളൂ. അപ്പൊ ശലോമോന്റെ എഴുന്നള്ളത്ത് അതൊക്കെ വിവരിക്കേണ്ടതാ. അങ്ങനെ വന്ന് എവിടെ വന്ന് പിടിച്ച് വശീകരിച്ച് ശലോമോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഒത്തിരി കാര്യങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്തു. പക്ഷെ ഇവൾ അതിനൊന്നും വഴിപ്പെട്ടില്ല. അവളെന്നും കിളിവാതിൽ കൂടെ നോക്കും, ആ പണ്ട് പറഞ്ഞ ഇടയച്ചെറുക്കം വരുന്നുണ്ടോ എന്ന്. അമ്മ ഇവക്ക് പറഞ്ഞു കൊടുത്ത, കുഞ്ഞെ നിന്നെ ഇങ്ങനെ കിട്ടിയതാ, ഞാനാ നിന്നെ വളർത്തുന്നത്, നീ പാപത്തെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് ജയജീവിതം നയിച്ച് സുന്ദരിയായി. അതൊക്കെ വരങ്ങളാലും ഫലങ്ങളാലും. അങ്ങനത്തെ സൗന്ദര്യമാ. അല്ല പേറാൻ ലെവൽ തേക്കുന്നതും പിരിയം പഠിക്കുന്നതും കൺമഷി കൊണ്ട് കണ്ണെഴുതുന്നതും കവളത്ത് മറക് തൊടുന്നതും വെളുത്ത മുടിയെല്ലാം കൂടെ കറുപ്പിക്കുന്നതും ആഴ്ച ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യം കാണിക്കുന്ന ആ സൗന്ദര്യമല്ല, വരങ്ങളാലും ഫലങ്ങളാലുമുള്ള സൗന്ദര്യം കാണിക്കുന്ന ആ സൗന്ദര്യമല്ല, വരങ്ങളാലും ഫലങ്ങളാലുമുള്ള സൗന്ദര്യം. ആത്മാവിന്റെ ഫലങ്ങളും കൃപാവരങ്ങളും അതെല്ലാം ഉടുത്തൊരുങ്ങി അണിഞ്ഞ് സുമുഖിയായിട്ട് നീ നിന്നാൽ, മിടുക്കിയായിട്ട് നിന്നാൽ, ആടുകളെ തീയറ്റിയച്ച ഇടയച്ചെറുക്കം വന്ന് നിന്നെ വേളി ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ഈ കാര്യം ഈ അമ്മ പറഞ്ഞ് വേള പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സ് മുഴുവൻ ഇടയച്ചെറുക്കനാ. അതുകൊണ്ട് ആ ശലോമോന്റെ കൊട്ടാരത്തിൽ കിടന്ന ശലോമോൻ ഒത്തിരി കാര്യങ്ങളൊക്കെ അവന്റെ എഴുന്നള്ളത്തും പല്ലക്കും പരിവാരങ്ങളെയും എല്ലാം കാണിച്ച്, അരമനയും തീന്മേശയൊക്കെ കാണിച്ചെന്ന ശലോമോന്റെ തീന്മ. എനിക്കത് ആ ഭാഗം ഞാൻ ഇന്ന് അതൊക്കെ ഒന്ന് ശരിക്കും പറയണമെന്ന് ഓർത്താ രാവിലെ വചനമൊക്കെ ഇങ്ങനെ ധ്യാനിച്ചത്. പക്ഷെ നിങ്ങളുടെ മുഖഭാവവും ഇരിപ്പം കണ്ടിട്ട് എനിക്കതൊന്നും വെറുതെ എന്തിനാ അല്ലെ, അതുകൊണ്ടാ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം, ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുക്കുക. പണ്ടൊരമ്മ ഞാനത് ഏറ്റെടുത്തെന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. എന്നോട് ശനി പറഞ്ഞത്, തെളിച്ച് പറയരുത്, ഇത്രയും പറഞ്ഞാൽ മതി, അന്നേരം ഞങ്ങൾക്ക് പിടികിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത്ര ഇപ്പം പറയും, ശനിവനെ ഞങ്ങൾ അനുസരിക്കുക. പണ്ടൊരമ്മ പറഞ്ഞത് ഞാൻ ഇനി ഏറ്റെടുത്തെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ അതങ്ങ് ഏറ്റെടുക്കുക. ശലോമോന്റെ അരമനയ്ക്കകത്ത് കൊണ്ട് ആ പള്ളിമത്തെ കിടക്കുമ്പോൾ ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ ആ കിളിവാതിൽ കൂടി ഇങ്ങനെ നോക്കും, പ്രാണപ്രിയം വരുന്നുണ്ടോ എന്ന്. ദൈവസഭയ്ക്ക് അതാ വിഷയം.
ഈ ലോകത്തിൽ വീട്, വണ്ടി, കാറ്, ലോറി, ബിസിനസ്, ATM കാർഡ്, പാസ്ബുക്ക്, അതൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കാര്യം. ഇതെല്ലാം ഉണ്ടെങ്കിലും മക്കള് ജോലി, വിദേശ രാജ്യത്ത് പോകുന്നു വരുന്നു, പിള്ളേര് കാനഡ, അമേരിക്ക, അയർലൻഡ്, ന്യൂസിലൻഡ്, ഇതൊക്കെ നല്ല കാര്യം. ഇവിടൊക്കെ ഉണ്ട് 2-3 നില വീട്, ചുറ്റുപാട് ബംഗ്ലാവ്, രാജസ്ഥാൻ മാർബിൾ, ഇതൊക്കെ നല്ലതാ, ഞാൻ എതിർക്കാം. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടി നോട്ടമെല്ലാം ഇടയച്ചെറുക്കാൻ എപ്പോൾ വരുമെന്നാ. സ്തോത്രം, 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 സ്തോത്രം. ഇടയച്ചെറുക്കൻ എപ്പോൾ വരുമെന്ന. എൻ പ്രിയനേ, എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന, പാപത്തെ വെള്ളം പോൽ പാതകർ പെരുകുന്നല്ലോ, ഭൂമിയിൽ പാതകർ പെരുകുന്നല്ലോ. എൻ പ്രിയനേ, എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ. മതികെട്ട മനുജർ പണിയുന്ന യാഗത്താൻ, മതികെട്ട മനുജർ പണിയുന്ന യാഗത്താൻ. മതത്തെ ഈ ഭൂമിൽ നിന്നു, സത്യ മതത്തെ ഈ ഭൂമിൽ നിന്നു. എൻ പ്രിയനേ, എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അപ്പൊ ശ്രദ്ധിക്കുക, ശലോമോന്റെ കൊട്ടാരത്തിൽ ഈ പെൺകുട്ടി വസിക്കുന്നെങ്കിലും ഇവിടെ ദൃഷ്ടിയും നോട്ടവും പ്രതീക്ഷയും പ്രത്യാശയെല്ലാം ഇടയച്ചെറുക്കനാ. ഇനി ആ ചരിത്രം പറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഇവളെ പറ്റി പരാമർശിച്ച ഭാഗമാണ് 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഇനി 8-ന്റെ 5 വായിച്ചു. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരിവൾ ആർ. ഇത് ദൈവസഭയെ കുറിക്കുന്നതാ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരിവൾ ആർ. അതുകൊണ്ട് ഈ ഇന്ന് പകലും വൈകിട്ടും എല്ലാം കൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, സ്തോത്രം, ഈ മരുഭൂമിയിലെ പ്രത്യേകതയെ പറ്റി ഇന്ന് പകലും തുടർന്നുള്ള സമയം നമുക്കൊന്ന് ചിന്തിക്കാം. പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കളെ പറ്റി പറയുന്നത് മരുഭൂമിയിലെ സഭയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന. മരുഭൂമിയിലെ സഭയിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം പെട്ടെന്ന്. അവിടെ അത് എത്ര അമ്മക്ക് ആശു പാസ്. അപ്പൊ പിന്നെ അവരെല്ലാം വായിച്ചേതാ? തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. ദൈവത്തിന്റെ മഹത്വം. മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരുവൾ
അതുകൊണ്ട് ഈ മരുഭൂമിയുടെ ഒന്ന് രണ്ട് വിശേഷതകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, നമുക്കറിയാം, വായിച്ചേ ഇതിന്റെ പ്രത്യേകത. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ച. ഉൽപ്പത്തി 21:19. ദൈവം അവളുടെ കണ്ണു തുറന്നു, ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞ് ഉടന്ന് നടക്കുന്ന ഒരു സഹോദരിയും കൊച്ചും. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നിങ്ങൾ വായിച്ചു തരുന്നില്ല, പിന്നെ വെറുതെ എന്തിനാ കുനിഞ്ഞു കിടക്കുന്നത്? ഞാൻ മുമ്പേ മുതലേ പറഞ്ഞു, ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ കമന്ന് കിടക്കുക. ഞാൻ പിന്നെ ആരോട് പറയാൻ? നിങ്ങൾ എന്നെ നോക്ക്. പിന്നെ ഈ പറയുന്ന കാര്യമല്ല, വീട്ടിൽ പോയി നിങ്ങൾ സമയം കിട്ടുകാന്നെ നോക്ക്. ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. പിന്നെയും കുനിഞ്ഞു കിടക്കുക, എന്നെ നോക്കാൻ. ഓ അമ്മേ, എന്നെ നോക്കമ്മേ. സ്തോത്രം. ഇവിടെ ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞ് ഉടന്ന് നടക്കുന്ന ഒരു സഹോദരി. സഹോദരിയുടെ പേര് ഹാഗാർ, കൊച്ചന്റെ പേര് ഉറക്കെ പറ, ഇശ്മായേൽ. അത്ര വലിയ കാര്യം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹാഗാറും ഇശ്മായേലും. ഹാഗാർ ആരുടെ ദാസിയാ? അമ്മേ, ശരിയാ, ഉറക്കെ പറ. അബ്രഹാമിന്റെ. ഈ ഹാഗാർ എവിടുത്തെ കാര്യാ? മിസ്രയീം ദേശം. സ്തോത്രം. ഇനി അടുത്ത ഏത് ചോദ്യമാണെന്നായിരിക്കും അല്ലയോ? ദൈവത്തിന് ഒന്നും ചോദിക്കുന്നില്ല, ഭാരപ്പെടണ്ട, വെറുതെ പ്രഷർ കൂട്ടണ്ട. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ഹാഗാറും പൈതലും ഇശ്മയേല്, ഈ അബ്രഹാം ഇവിടെ ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞുകൂടെന്ന് നടക്കുക. അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവൾ ഹാഗറും പൈതലും. ഇവര് പണ്ട് മിസ്രൈമിൽ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാ ഈ അമ്മാമ്മ. വല്യമ്മാമ്മയ്ക്ക് ഹെൽപ്പിനായിട്ട് സാറാ കൊച്ചമ്മയുടെ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്നതാ മിസ്രൈമിയ ദാസിയാകുന്ന ഹാഗാർ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തു തലമുറയെ തരും. വലിയ കൊച്ചമ്മയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല. അമ്മ വലിയ കൊച്ചമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, പ്രായമാകുന്നു, ക്ഷീണമാകുന്നു, വളരെ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് എൻ്റെ അസിസ്റ്റന്റ് അപ്പുറം കൂടാരത്തിലുണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാം ഇങ്ങനെ വായിക്കാൻ, അബ്രഹാം സാറിന്റെ വാക്ക് അനുസരിച്ചെന്നാ അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അബ്രഹാം, ഞാൻ കഴിഞ്ഞ ആഴ്ച സഭയെ പ്രസംഗിച്ചു, അബ്രഹാം അങ്ങനെയല്ലേ ഷൂപാസ്റ്റേ, അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. വായിച്ചേ 16-ാം അധ്യായത്തിൽ. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അതെത്ര റെഫറൻസ് എന്ന് പറഞ്ഞേ? 3-ാം വാക്യം, 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ലെന്ന് നമുക്ക് തീർത്ത് പറയണ്ട, തിരസ്കരിച്ചു. ദൈവത്തിന്റെ വാക്ക് തിരസ്കരിച്ചു. പിന്നെ സാറായിയുടെ വാക്ക് അനുസരിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അനുസരിക്കണമായിരുന്നു, പക്ഷെ അബ്രഹാം സാറായിയുടെ വാക്ക്. ഞാൻ അബ്രഹാമിന് എതിരായിട്ടൊന്നും പറയുന്നില്ല ഞാൻ, കാരണം കുടുംബജീവിതമല്ലേ അല്ലേ? ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അനുസരിച്ച് നിങ്ങൾ സഹോദരന്മാര് പറ, മിണ്ടുകല്ലേ, നിങ്ങൾ എന്തേലും പറ. അയ്യോ, ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണമാണ്, ഉടക്കൊണ്ടാക്കാനല്ല. നിങ്ങളുടെ പെങ്ങളുടെ മോടെ കല്യാണം. അപ്പം നിങ്ങൾ പറയാ, എടി നമുക്കൊരു 2 ദിവസം മുമ്പ് ഒറ്റ പെങ്ങളെ ഉള്ളൂ, അവക്കൊരു മോളേ ഉള്ളൂ, വളരെ ബുദ്ധിമുട്ടൊക്കെ അവർ കാര്യം നടത്തുന്നത്, പല ബന്ധപ്പാടുണ്ട്, നമുക്ക് 2 ദിവസം മുമ്പേ ആകെ ഒരു ആങ്ങളെ ഉള്ളൂ. ഈ ആങ്ങളെയും പെങ്ങളോടെ ഉള്ളൂ. ഈ ആങ്ങളെയും പെങ്ങളോടെ കുഞ്ഞിലെ മുതലേ അടിച്ചും കളിച്ചും ജീവിച്ച് വളർന്നതാണ്. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുമുണ്ട്. ഈ ആങ്ങളയ്ക്ക് ഒരല്പം ചുറ്റുപാട് ഉണ്ടെന്ന് വെച്ചു.
അപ്പൊ ഭാര്യയോട് പറഞ്ഞു നമുക്ക് 2 ദിവസം മുമ്പ്, ഞാനൊരു ഉദാഹരണമായി പറയുന്നത് കേട്ടോ, ഉടക്കുണ്ടാക്കാനല്ല. ഉടനെ ചിലയിടത്ത്, എല്ലായിടത്തും അല്ല, ചിലയിടത്ത് വേണ്ട അങ്ങനെ 2 ദിവസം മുമ്പ് അവിടെ പോയി കിടക്കേണ്ട കാര്യമൊന്നും ഇല്ല, എനിക്കിവിടെ ഒരു വീടുണ്ട്, പല കാര്യങ്ങളുണ്ട്, ഞാൻ വരത്തില്ല, വേണേ നിങ്ങൾ തന്നെ. അപ്പൊ അതൊരു നല്ല പോക്കല്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കല്ലേ, എന്ത് വൈഫ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ മറുപടി പറയണ്ടേ? നിങ്ങൾ എന്തേലും പറ, നിങ്ങൾ എന്തേലും പറ. ഒന്നുമില്ല, എന്നെ എന്തേലും പറ, താനല്ലോടോ ഇതെല്ലാം ഒപ്പിച്ചത്, എന്നെയെങ്കിലും എന്തേലും പറ. നിങ്ങളൊന്ന് വാ പൊള്ളിക്ക്. അപ്പൊ അതുകൊണ്ട് ചില സ്ത്രീകൾക്ക് ഇഷ്ടമല്ല, ഒക്കത്തില്ലെന്ന് പറയും. പിന്നെ നമ്മള് കുടുംബജീവിതം വലിയോ തന്നെയല്ല, കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ കുടുംബമായിട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അപ്പം 2 ദിവസം മുമ്പേ പറഞ്ഞ് ഉടക്കുണ്ടാക്കി 2 ചട്ടിയും ചോറും ആയി പോകാതിരിക്കാൻ നമ്മളങ്ങ് നാട്ടടി. പിന്നെ എപ്പോഴാണ് നമ്മൾ പോകേണ്ടത്? നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിനെ അങ്ങോട്ട് ചെല്ല. അല്ല, ഓരോരുത്തരെ ഭയങ്കര ഗതികേടുള്ള ആൾക്കാരുണ്ട്, ഉണ്ടുണ്ട്. അതിനങ്ങ് കല്യാണം നടന്നു, ഉദാഹരണമാണ്. അതേസമയം ചിലടത്ത് ഇവരുടെ അനിയത്തിയുടെ മോടെ കല്യാണം, അന്നും ചേട്ടത്തി അനിയത്തി മാത്രമേ ഉള്ളൂ, 2 പേര്, ചേട്ടത്തി അനിയത്തി. അത് അടിച്ചും കളിച്ചും രസിച്ചും ജീവിച്ചു വരാം. അനിയത്തിക്ക് അല്പം ക്ഷീണമാണ്, ചേട്ടത്തിക്ക് പറഞ്ഞല്ലോ ചുറ്റുപാടാ. അന്നേരം ഇവര് എല്ലാവരും നമുക്ക് ഒരാഴ്ച മുന്നേ അവിടെ പോകണം, നിങ്ങളും വന്നേക്കണം. പറയടി ജോലിയെല്ലാം ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ. നമ്മുടെ പെങ്ങളുടെ മോടെ കല്യാണത്തിന് തലേന്ന് പോകാന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്തേലും പറ. അവരുടെ അനിയത്തിയുടെ മോടെ കല്യാണത്തിന് ഒരാഴ്ച പോയല്ലേ ഒക്കുള്ളു. ഒരു ബാഗും ചുവന്നുകൊണ്ട് അവൻ പുറകെ, അവളും മറ്റേ ബാഗ് ഇട്ടുണ്ട് നേരത്തെ. അതിനെന്നാ പറഞ്ഞ തോളലിടുന്ന ബാഗിന്റെ പേരെന്നാ? ഹാൻഡ് ബാഗ്. അതാ, എനിക്കത് ഇംഗ്ലീഷ് ഒന്നും വലിയ വശമില്ല. അവള് ഹാൻഡ് ബാഗ് ഇട്ടോണ്ട് നേരെ, നമ്മളൊരു മുടുത്ത ബാഗ് എടുത്തോണ്ട്, കാരണം അവിടെ തുണി, നമ്മുടെ തുണി, കൊച്ചുങ്ങളുടെ തുണി. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് സത്യമായ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ? അമ്മയ്ക്ക് ഇത്രയും പ്രായമുള്ളതല്ലേ, സത്യം പറ. ഞാൻ സത്യമേ പറയൂ. മനസ്സിലാകുന്നുണ്ടോ? ഇത് കേട്ടെങ്കിലും ആർക്കെങ്കിലും മാനസാന്തരം വരികന്നെ. പിന്നെ എല്ലാവരുടെയും കാര്യമല്ല, ചിലടത്ത് എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരും അങ്ങനല്ല. ഈ വിദേശ രാജ്യത്ത് നിന്നൊക്കെ വരുന്ന ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ലേ, തെറ്റിദ്ധരിക്കരുത്. വിദേശത്തുള്ളവർ ഉടക്കുണ്ടാക്കരുത്, എല്ലാവരുടെയും കാര്യമല്ല. വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന ഭാര്യയും ഭർത്താവും പിള്ളേരും ആദ്യം വരുന്നത് ഭാര്യയുടെ വീട്ടിലോട്ടാ. എയർപോർട്ടിൽ നിന്ന് നേരെ ഭാര്യയുടെ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ അപ്പനെ അമ്മയും വിളിച്ച് പറഞ്ഞ്, ഹലോ പപ്പ. അയ്യോ സാമേ, നീ എവിടെ നിന്നാ വിളിക്കുന്ന? കാനഡയിൽ നിന്നാണ്. അല്ല, ഞാൻ ഇവിടെ കുറിച്ചിന്ന്. ചിങ്ങവനത്തിനെ പറയാ കുറിച്ചിയോ? അപ്പം നോക്കി, മൊബൈൽ നോക്കി, നമ്പർ നേരാന്നല്ലോ ഇത്. നീ എപ്പോ വന്ന്? ഞാൻ 2 ദിവസമായി വന്നിട്ട്. സ്വന്തം അപ്പനോട് വിളിച്ച് പറയുക,